നമ്മളെ വീട് നിന്നിരുന്ന സ്ഥലം. വളരെ സന്തോഷത്തോടു കൂടി ഒരു പറ്റം ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു സുന്ദര ഗ്രാമമായിരുന്നു മുണ്ടക്കൈ. ഇന്ന് ആ മുണ്ടക്കൈയുടെ അവസ്ഥ ഇതാണ്. ഇതാണ് മുണ്ടക്കൈ ടൗണ്. ഇത് മുണ്ടക്കൈ ടൗണ്. ഇതൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇവിടെ ഇവിടെ കടകളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ടായിരുന്നു? ഒരു കട, ഇതൊരു കട, ടൈലർ ഷോപ്പ് കട ഉണ്ടായിരുന്നു. ടൈലർ ഷോപ്പ്. ഇതിന്റെ ബാക്കിൽ വീടായിരുന്നു അവരെ. ഇത് വീടായിരുന്നു. ഇവിടെ പോസ്റ്റ് ഓഫീസ്, അതിലാണ് കടകള്. ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു. അത് അവിടെ ആ ഭാഗത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. ഇവിടെ പോസ്റ്റ് ഓഫീസ്. ഇവിടെ മറ്റേ നൗഫലിന്റെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീട് ഇതായിരുന്നു. ഇതാണ് ഇപ്പൊ നമ്മളെ മുണ്ടക്കൈ പള്ളി അല്ലേ? ഇത് മുണ്ടക്കൈ പള്ളി. ഇത് പുസ്തകം കിടന്ന റൂമാണ്. അത് കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കാണാം. ഇതോ പള്ളിൻ്റെ ഔലമുറിയിലെ ശരിക്കും ഈ പള്ളിയിലേക്കുള്ള പ്രവേശനം ഏത് ഭാഗത്തൂടെ ഇരുന്നു? ഗേറ്റ് എന്തിൻ്റെ നമ്മൾ ബസ് കയറി വന്നില്ലേ, ആ വൈക്കോട്ട് തന്നെ ആയിരുന്നു ഗേറ്റ്. ആ പാലം വന്ന് അടഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഭാഗത്തുകൂടെ ആയിരുന്നു പള്ളിയുടെ പ്രവേശനം. പള്ളി പ്രവേശനം അതിലായിരുന്നു. ഇത് പള്ളിൻ്റെ മുൻവശം. നമ്മൾ ഇവിടെ സെറ്റായിട്ട് ഉണ്ടാക്കി. ഇതാണ് പള്ളിയുടെ മുൻവശം അല്ലേ? ഇത് ഏത് വഴിയിലെ നമ്മൾ കയറി വന്നിരുന്നത്? ഇത് റോഡിൽ നമ്മൾ കയറി വരുന്ന വഴിയായിരുന്നു. അത് വഴി വന്നിട്ട് ഇതിലെങ്ങനെയാണ് കയറി വരും. ഇപ്പുറത്തുകൂടെ കയറി വരും. എന്നിട്ട് ഇതില് ഖബർസ്ഥാന് കാര്യങ്ങളൊക്കെ. ഖബർസ്ഥാൻ നമ്മൾ കുറച്ച് താഴെ. ഖബർസ്ഥാൻ കുറച്ച് താഴെ. നമ്മൾ പള്ളിൻ്റെ റോഡ് സൈഡ് കാണിച്ചിരുന്നില്ലേ അത്. ഇവിടെ നമുക്ക് ബാത്റൂം ഒക്കെ ഉണ്ടാക്കിയിരുന്നു. സെഡൊക്കെ ആയിരുന്നു. വാടക സ്റ്റോറൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന അതൊക്കെ ഒലിച്ചു പോയി. അതെങ്ങനെ ഈ ഭാഗത്തേക്ക് എങ്ങനെ ഒലിച്ചു? ഇതിലാണ്ട് കയറി വന്നത്. അതിലാണ്ട് കയറി ഇതിലാണ്ട് തുറച്ചുകൊണ്ട് പോയി. ഇങ്ങനെ തുറച്ചു പോയി. പള്ളിൻ്റെ അകത്തൊക്കെ ഫുള്ള് മണ്ണും ചളിയായിരുന്നു. ഈ ചളിയൊക്കെ ഇവിടെ കോരിയിട്ടതാണിത്. ഒരു എത്ര ഹൈറ്റിൽ ചളി ഉണ്ടായിരുന്നു. മറ്റേ വൈറ്റ് ഗാർഡിൻ്റെ ചെക്കന്മാർ വന്നിട്ട് അവർ വന്നിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തു തന്നാണ്. ഇതിൻ്റെ അകത്തത്തെ മണ്ണും ചളിയൊക്കെ വാരി ഈ ഹൈറ്റിൽ മണ്ണായിരുന്നു. നമ്മുടെ മൗലവി കിടന്നിരുന്ന മുറി. അത് ഇപ്പോൾ മൗലവി കിടന്ന റൂം ഇതാണ്. ഇതാണ് റൂം. റൂം. എൻ്റെ ചളി ഇപ്പോഴും പോയിട്ടില്ല. അന്നത്തെ വന്ന് അടഞ്ഞ് കളഞ്ഞു. ഈ മുറിയിലല്ലേ വന്ന് അടഞ്ഞ ചളിയാണ്. ഇതെങ്ങനെ അവിടുന്ന് നേരെ വെള്ളം ഈ ഭാഗത്തുനിന്ന് കയറിയതാണോ? അല്ല, ഇതിലെ വന്ന് ഇങ്ങനെ അടിച്ചു പോയതാണ്. ചളി ഇങ്ങനെ വന്ന് അടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് അതിലടിച്ച് മൗലവി മൂടി കിടക്കായിരുന്നോ? ഇവരൊന്നും കിട്ടിയില്ല. താഴ്ന്ന കിട്ടിയത്. മൗലവി താഴ്ന്ന കിട്ടിയത് റോഡിൽ നിന്ന്. മുകളിലേക്കുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മുകളിലേക്ക് കയറുന്ന അടച്ചു വെച്ചിരിക്കുകയാണ്. അവസ്ഥ ആയതുകൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് പള്ളിയുടെ മെമ്പർ അല്ലേ? ഇതാണ് പള്ളിയുടെ മെമ്പർ. ഈ മഹല്ലിൽ ഏകദേശം എത്ര കുടുംബം? 185 കുടുംബം ഉണ്ടായിരുന്നു. 185 കുടുംബം. ഇപ്പൊ പല ഭാഗത്തുമാണ്. ഈ 185 കുടുംബത്തിന്റെ അടങ്ങുന്ന ഒരു മഹല്ലാണിത്. മുണ്ടക്കൈ മഹല്ല്. പിന്നെ പുഞ്ചിരിമട്ടം എന്നൊക്കെ താമസമായിട്ടാക്കിയപ്പോൾ ഓരോ ഇത് പറയാന്നല്ലേ, മഹല്ല് മുണ്ടക്കൈ. ഞങ്ങളെല്ലാം ഒരു ഗ്രാമമായിരുന്നു. എല്ലാം ഇവിടുന്നൊക്കെ നമ്മൾ കുറച്ച് വീട് മേടിച്ചു പോയ ആൾക്കാർ വീട് വെച്ച് താമസം തുടങ്ങിയപ്പോൾ അത് മട്ടത്തിന് ഒരു പേരിട്ടാണ് പുഞ്ചിരിമട്ടം. ഈ മട്ടം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു എസ്റ്റേറ്റിന്റെ പേരാണ് പുഞ്ചിരി. അപ്പോൾ അതിന്റെ പുഞ്ചിരിമകം ആ ഭാഗത്തേക്ക് കുറെ വീടുകൾ വന്നപ്പോൾ ഒരു പുഞ്ചിരിമട്ടം എന്നൊരു പേര് ഇട്ടതാണ്. ആ ഭാഗത്ത് കംപ്ലീറ്റ് എസ്റ്റേറ്റുകളാണ്. പുഞ്ചിരി ഉണ്ട്, വൃന്ദാവനം, നെല്ലിയാമ്പതി, നാഗമല, അങ്ങനെ എസ്റ്റേറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രൈവറ്റ് എസ്റ്റേറ്റുകളാണ്. അവിടെയൊക്കെ തൊഴിലാളികൾ പണിക്ക് പോകുന്ന സ്ഥലം. രാവിലെ 7 മണിക്ക് തൊഴിൽ പോകും, വൈകുന്നേരം 4 മണിയാകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയുള്ള എസ്റ്റേറ്റുകളാണ്. അപ്പോൾ ആ ഭാഗത്തിന് ഒരു പേരിട്ടതാണ് പുഞ്ചിരിമട്ടം എന്ന്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു 3 കിലോമീറ്റർ മുകളിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ളത്. മഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും വ്യക്തമല്ല. ഏറ്റവും മുകളിൽ കാണുന്ന ആ മലയുടെയും അതിന്റെ മുകളിൽ ഒരു 3 കിലോമീറ്റർ പോയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ മഞ്ഞ് കാണുന്നില്ല. ആ മഞ്ഞ് കണ്ടിട്ട് മറവ് തന്നെയാണ് പൊട്ടി തുടങ്ങിയിട്ടുള്ളത്. അവിടെ തുടങ്ങിയിട്ടുള്ളത്. അവിടുന്ന് പൊട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് താഴോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങോട്ട്
ഇങ്ങനെ വന്നിട്ട് നമ്മളെ മുണ്ടക്കൈ ടൗണിൽ നമ്മൾ നിൽക്കുന്ന മുണ്ടക്കൈ ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ കാണും അല്ലേ? ഈ റോഡ് ടാർ ചെയ്ത റോഡ് ഇവിടെ അവസാനിപ്പിച്ചു അല്ലേ? അല്ല, ധാര റോഡ് മുകളിൽ വരെ ഉണ്ടായതാണ്. ഉണ്ടായിരുന്നു. ദൂരം വരെ പൂർത്തി പോയതാണ്. ഇതിപ്പോ രണ്ടാമത് റോഡ് ഉണ്ടാക്കിയതാണ്. അത്രയും ദൂരം ഉണ്ടായിരുന്നോ? അത് റോഡ് അങ്ങനെ മുകളിൽ വരെ പോകുന്നതാണ്. മുകളിൽ വരെ പോയിരുന്നില്ല. ഇതിപ്പോ രണ്ടാമത് ഇപ്പൊ ഉണ്ടാക്കിയതാ റോഡ്. ഈ റോഡ് ഇതിൽ വാഹനങ്ങളൊക്കെ പോവോ? ഇപ്പൊ വാഹനങ്ങളൊക്കെ പോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് പണി തീരാത്ത വീടല്ല? അല്ലല്ല, മറ്റേത് കോറിയിലെ കസർ ഉണ്ടാക്കിയതാണ്. ട്രഷർ ഉണ്ടാക്കിയിട്ട് ഇത് പ്രവർത്തിച്ചിരുന്നോ? ഇല്ലല്ല, ഇതൊക്കെ കാപ്പിത്തോട്ടായിരുന്നു. ഇത് കാപ്പിത്തോട്ടായിരുന്നതല്ല. ഇത് ആ ഭൂമിയോട് കൂടി നിൽക്കുന്ന ഭൂമിയാണത്? അല്ല, ആ ഭൂമിയോട് ഇടക്കാ പുഴ പോയിരുന്നത്. പുഴ പോയിരുന്നു. അതൊരു പുഴ തന്നെയായിരുന്നു അല്ലേ? അത് ആദ്യം പുഴ തന്നെയായിരുന്നു. അത് നേരെ അങ്ങനെ അവിടെ നിന്ന് ഒലിച്ചു വന്നിരുന്നു. ആ പുഴ നേരെ അതിലേ പോയിരുന്ന പുഴ നേരെ തിരിഞ്ഞിങ്ങോട്ട് വന്നതാ. ഈ പാറ ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ലേ? അതിലിവിടെ ഒരു വീടുണ്ടായിരുന്ന സ്ഥലമാണ്. ഈ പാറ ഒന്നും ഇവിടെ ഉള്ളതല്ല. അവശിഷ്ടങ്ങളൊന്നും ഇല്ല. ആ വീട് പാറ എവിടുന്ന് വന്ന് നമുക്കറിയില്ല. അത്രയും വലിയ പാറ അല്ലേ? അപ്പോൾ ആ വീടിന്റെ അവശിഷ്ടങ്ങളൊന്നും ഒന്നും കിട്ടിയില്ല. കൊലിച്ചു ഒന്നും കിട്ടിയില്ല. അത് ടെറസ് വീടല്ലേ? വലിയ വീട്, കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു. പാറ എവിടുന്നോ ഒലിച്ചു വന്നൊരു പാറ മാത്രം അവിടെ അവശേഷിച്ചിട്ട് ആ വീട്ടിൽ ആളുകളുടെ ഇല്ലേ? ഇല്ല, അവര് മാറിയിരുന്നു. അവര് മുകളിലേക്ക് മാന്റെ വീട്ടിലേക്ക് മാറിയിരുന്നു. എന്നിട്ട് അവിടുന്ന് പോയി. എത്ര പേരുണ്ടായിരുന്നു? അവര് 7 പേരുണ്ടായിരുന്നു. 7 പേര് പോയത്. അത് ആരാളെന്ന് പറഞ്ഞു? അലിക്കാന്ന് ബാപ്പുവിന്റെ ഉപ്പയും ഏട്ടന്മാരും. അന്ന് ബാപ്പു കോഴിക്കോട്ടില്ലേ? ബാപ്പു കോഴിക്കോട് അവനൊക്കെ ഇതിലായിരുന്നു, ഹോസ്റ്റൽ അവിടെ പണിയായിരുന്നു. ഭാര്യ പോലൊക്കെ അവിടെ അതുകൊണ്ടൊന്നും അവര് മുസ്ലിം ലീഗിന്റെ താമസിക്കുന്നുണ്ട്. ഈ നമ്പരങ്ങളും എല്ലാം ഓർമ്മകളെല്ലാം 7 പേരല്ലേ ഒരു കുടുംബത്തിൽ പോയിട്ട്? കുടുംബത്തിന് 7 പേര്. റിസോർട്ട് ഏത് ഭാഗത്തായിരുന്നു? നമ്മുടെ പുഴയുടെ നടുവിലായിട്ട്, അപ്പുറത്തെ സൈഡിൽ പുഴയുടെ സൈഡിലായിട്ട് നല്ല റിസോർട്ടായിരുന്നു. ഇപ്പൊ പുഴയൊക്കെ മണ്ണിട്ട് മൂടി, അതൊക്കെ പോയി ഒലിച്ചു പോയി. പുഴ ഏതാണ്, കാട് ഏതാണ്, ഭൂമി ഏതാണ്, വീട് ഏതാണ് എന്നുള്ളൊന്നും പറയാൻ പറ്റാത്ത. ഇവിടെയൊക്കെ ദിവസം ദിവസങ്ങൾ ഡെയിലി ഇവിടെ 10, 200, 300 ആൾക്കാർ തൊഴിലിന് വരുന്നുണ്ട് പുറത്തുനിന്ന്. 300 ആളുകൾ ഇവിടെ പല എസ്റ്റേറ്റുകളുണ്ട്. ഏലം കാപ്പി എസ്റ്റേറ്റുകളൊക്കെ പല ഭാഗത്തും വണ്ടിയിലായിട്ട് നടന്ന് തൊഴിലിന് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അപ്പൊ അവര് പല ഭാഗത്തും പണിക്ക് പോകുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ മുണ്ടക്കൈക്കാർ മാത്രമല്ല, പല ഭാഗത്തുള്ള ആൾക്കാർക്കും ജീവിതമാർഗം മുട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ തൊഴിലാളികൾ ഇവിടെ പല ഭാഗത്ത് പല തൊഴിലിനായിട്ട് വരുന്നവരും, ഇപ്പോൾ എസ്റ്റേറ്റിൽ തന്നെ പുറത്തുനിന്ന് ഇന്ത്യക്കാർ വരുന്നവരും ഒരുപാട് തൊഴിലാളികളുണ്ടായിരുന്നു മുണ്ടക്കൈ ടൗണിൽ താമസിച്ചിരുന്നത്. അവരെല്ലാം ഇപ്പോൾ വയ്യാധാരത്തിലാണ്. ഈ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ട് എത്ര വലിപ്പമുണ്ടായിരുന്നു? അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വലിപ്പമുണ്ടായിരുന്നു. 6-7 റൂം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ റൂമുകളായി ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ ഹോം സ്റ്റേ ആയിട്ടും നല്ല ഇതായിരുന്നു ഇവിടെ. ഈ അങ്ങനെ അങ്ങോട്ട് കയറുകയാണെങ്കിൽ ആ മലയിലൊക്കെ ഇതൊക്കെ എസ്റ്റേറ്റ്, മറ്റേ കാണുന്നതൊക്കെ എസ്റ്റേറ്റ് ആണ്. ഇത് പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ്. മുകളിൽ കാണുന്ന മുകളിലെ പൊട്ടി വന്നതിന്റെ ഭാഗത്ത് ഫോറസ്റ്റ് ആണ്. അങ്ങോട്ടൊക്കെ പോകാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു? ഇല്ല, ഫോറസ്റ്റ് ആണ്. മൃഗങ്ങളെല്ലാം മൃഗങ്ങളും എല്ലാ മൃഗങ്ങളും പുലി, ആനകളൊക്കെ ഉണ്ട്. പുലി ഏതൊക്കെ കണ്ടിട്ടില്ല, ഉണ്ടെന്ന് പറഞ്ഞേക്കളെ കണ്ടിട്ടില്ല. ഈ ഭാഗത്തൊക്കെ പിന്നെ പഴയ കാലങ്ങളിൽ നിങ്ങളൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷം മൃഗങ്ങളൊക്കെ വരാറുണ്ട്? ആനകളൊക്കെ വരുന്നുണ്ട്. ആന, പാമ്പ്, മലമ്പാമ്പ് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പുഴയുള്ളതുകൊണ്ട് മാനൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, വെള്ളം കുടിക്ക് പോകാനും ഒക്കെ. ഈ ബൗണ്ടറി എന്താണ് ലത്തീഫ്ക്ക? ഈ ബൗണ്ടറി വേറെ സ്ഥലം, പഴയ സ്ഥലം ഓർമ്മക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടതാണ്. കെട്ടിട്ടാവല്ലേ? ഇതാരായിരുന്നു സ്ഥലം എന്നുള്ളത്? സ്ഥലം ഇപ്പം ശരിക്കാരതാന്ന് അറിയില്ല. ഇതാരാ കെട്ടിട്ടത് എന്നുള്ളത്. ആ ഭാഗത്തൊക്കെ വീടുണ്ടല്ലോ അല്ലേ? ആ ഭാഗത്തൊക്കെ കുറച്ച് വീടുണ്ട്. നമ്മളെ വീട് നിന്നിരുന്ന സ്ഥലം. ഇതിൽക്ക് റോഡ്
റോഡ് ഇതിലെ താഴെ നമ്മൾ വന്ന റോഡ് ഉണ്ടായില്ലേ, ആ റോഡ് ആ റോഡിൽ നമ്മൾ വീടിൻ്റെ മുൻവശത്ത് കൂടെ പോവായിരുന്നു. ഇങ്ങനെ അല്ലേ? താഴെ കൂടെ പോകണം. അതിലങ്ങനെ പോയാൽ റോഡ് പാലങ്ങനെ കയറി പോവായിരുന്നു. നിങ്ങളെ വീടിൻ്റെ എന്തെങ്കിലും അടയാളങ്ങൾ? ഒരു അടയാളവും ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ അതിരിന് വേണ്ടി ഇവിടെ പാറിന് കമ്പി അടിച്ച അടയാളം ഉണ്ടായിരുന്നു. ആ കമ്പി താഴെ നിന്നതിന് മാത്രമേ തന്നെ ഉള്ളൂ, വേറെ അടയാളങ്ങളൊന്നുമില്ല. എത്ര സെന്റ് ആയിരുന്നു? 15 സെന്റ് സ്ഥലം, ഒറ്റ വീട്. അവിടുന്ന് നേരിട്ട് തന്നെ വരുന്നത് ഈ ഭാഗത്ത് കൂടെ? ഈ ഭാഗത്ത് കൂടെ ഇവിടുന്ന് മുകളിൽ നേരെ വന്ന കിട്ടാണ്. ഇവിടെ നമ്മളതൊക്കെ ഫസ്റ്റ് പോയിട്ടുണ്ടാവും. ഞാൻ കുവൈറ്റിലായിരുന്നു. നിങ്ങളെ കുടുംബങ്ങളെ ഞാൻ വന്ന് വൈകിട്ട് മാറാൻ പറഞ്ഞു. എന്താ നമ്മുടെ പുഴയിൽ വെള്ളം കണ്ടപ്പോൾ തലേന്ന് വൈകിട്ട് തന്നെ, തിങ്കളാഴ്ച വൈകിട്ട് തന്നെ അവരൊക്കെ മാറി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ മുകളിൽ തന്നെ നമ്മൾ മോളെ കെട്ടിച്ച വീടും അവർ രണ്ട് നില വീടായിരുന്നു. അതവിടെ കാണുന്നുണ്ട്. അവിടെ മുകളിൽ പോയി അതിൻ്റെ തറൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. വീടൊന്നുമില്ല, വീടെല്ലാം പോയി. ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ ഉമ്മാൻ്റെ തറവാട് വീടുണ്ടായിരുന്നത്. ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ ഉമ്മാൻ്റെ വീടുണ്ടായിരുന്നത്. ഇതിന് താഴെ തന്നെ അതൊക്കെ പോയി. അതൊന്നുമില്ല തറവാട്. അന്ന് ഉമ്മാൻ്റെ അവരെല്ലാവരും മാറിയതേപോലെ എല്ലാവരും മാറിയതുകൊണ്ട് ഇവിടെ ഏകദേശം ഞങ്ങൾ 15 വീട്, ഞങ്ങൾ അതിൻ്റെ അയൽവാസിയായിട്ട് ഇവിടെ 15 ഈ കോളനി തന്നെ 15 വീടുണ്ട്. 15 വീടുകൾ. അതിൽ 15 വീട്ടിൽ ഇപ്പോൾ ഒരു 3 വീട്ടിലത്തെ ആള് ബാക്കിയുണ്ട്. 3 വീട്ടിലത്തെ ആളുകൾ അത് മാറിയതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഫുള്ള് പോയി. എത്ര പേര്? ഏകദേശം ഒരുപാട്. ഒരു വീട്ടിൽ തന്നെ ഈ കൊഫൂർ പറഞ്ഞ വീട്ടിൽ തന്നെ 7 പേരുണ്ട്. അത് ഈ പാറിന്റെ മുകളിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ അയൽവാസിയായിരുന്നു. രാത്രി ലേറ്റ് ആണ്. ഇവിടെ ശരിക്ക് ഇതുപോലെ ഈ തട്ടായിട്ടായിരുന്നു സ്ഥലം അതോ? ഇല്ല, അവിടെ നിരപ്പായിട്ട് പിന്നെ കുറച്ച് കുത്തനെ ചെറിയൊരു കാറ്റായിട്ടായിരുന്നു. ഇങ്ങനെ ഈ നിരപ്പിൽ എത്ര വീടുണ്ടായിരുന്നു? ഈ നിരപ്പിൽ എൻ്റെ വീട് മാത്രം. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കാറ്റായിട്ട് ഇവിടെ മുകളിൽ നല്ല നിരപ്പായിരുന്നു. പിന്നെ വഴിയായിരുന്നു അപ്പുറത്തെ റോഡ് മേൽക്കൂടെ റോഡ് വരുന്നുണ്ട്. ആ റോഡ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് വരും. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞെടുത്ത്, നമ്മളെ സ്വന്തം സുഹൃത്തായിരുന്നു. അപ്പോൾ അവൻ്റെ കുടുംബത്തിൽ അവനും അവൻ്റെ അമ്മ, അപ്പോൾ അവൻ്റെ ഏഷൻ്റെ വീടൊക്കെ കുറച്ച് അപ്പുറത്തായിരുന്നു. അവരും ഇവിടെ വന്ന് താമസിച്ചിരുന്നു അന്ന്. അവിടുത്തെ മഴൻ്റെ പേടിച്ചിട്ട് അതിൽ 13 പേരായിട്ട് എൻ്റെ റൂമിലുണ്ട്. 13 പേര് ആ വീട്ടിലുണ്ട്. അത് ചെറിയൊരു വീടായിരുന്നു. പാവം അവൻ്റെ മോളെ കെട്ടിക്കാൻ ഒരു മോളും മോനും, അവൻ്റെ ഒരു മോനും ബാക്കിയുണ്ട്. അവനെന്തോ കോഴിക്കോട് എന്തോ പഠിക്കാൻ പോയതുകൊണ്ട് അവൻ്റെ ഒരു മോന് മാത്രം അതിൽ രക്ഷപ്പെട്ടത്. അതാണോ ഈ MLA പഠിക്കാൻ അല്ല, MLA അവിടുന്ന് കുറേ കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പഠിക്കാനായിട്ടും തൊഴിലായിട്ടും. നമ്മുടെ ഈ മുണ്ടക്കൈന്ന് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. MLA നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. പഠിക്കാനും ജോലിയായിട്ടും പഠിക്കാനായിട്ടും ഇനിയിപ്പോൾ ഇവിടെ നല്ല സഹായത്തിന് വേണ്ടിയിട്ടും MLA കേരളം നല്ല സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടി അന്ന് മുതൽ ഇന്ന് വരെ ഏത് സമയം വിളിച്ചാലും. അത് നോക്കൂ, ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് അവിടെ ആ പുഷ്പിച്ച് നിൽക്കുന്നത്. ചെമ്പരത്തി ഉണ്ട്, വാഗമരമുണ്ട്, പൂക്കളുണ്ട്. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് ആ പുഷ്പിച്ച് നിൽക്കുന്ന അവിടെ. ഇനിയിപ്പോൾ നമുക്ക് മുണ്ടക്കൈ എന്ന് പറയുന്നതിൻ്റെ ശിഷ്ടഭാഗം അല്ലേ? ഇപ്പം ഞാനൊരു വീട് വെച്ച് താമസം എന്തായാലും നടക്കൂല. വീട് വെച്ച് താമസം നിങ്ങൾക്ക് വേറെന്തെങ്കിലും നിങ്ങളെ അടുത്ത പരിപാടി എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ഭാഗത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഭാഗത്ത് പിന്നെ എസ്റ്റേറ്റ് ഒക്കെ കൃഷി ചെയ്യാന്ന് നമ്മൾ എന്ത് കൃഷി ചെയ്യാനാണ്? ഇത് കണ്ടില്ലേ, ഈ പാറയും മണ്ണൊക്കെ മാറ്റണമെങ്കിൽ കൃഷിയൊക്കെ ആക്കി തരണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താണ് നിങ്ങൾ? സർക്കാർ തരാമൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതല്ലേ, എന്നാൽ നല്ലൊരു പ്രതീക്ഷിക്കുന്നത് നല്ലൊരു പുതിയ സർക്കാരാണ്, ജനകീയ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് പിന്നെ ഉള്ള പദ്ധതികളൊക്കെ ഒന്നും മോശമായിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ കുറേ ഫണ്ടുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പണ്ട് മുതലേ എല്ലാം അറിയുന്ന ആളാണ് സിദ്ദീഖ് സാറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ ഭാഗത്തുനിന്ന് നല്ല പ്രതീക്ഷകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നല്ല പ്രതീക്ഷകൾ പ്രതീക്ഷിക്കും. മന്ത്രി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? മന്ത്രി ഞങ്ങൾ നേരിട്ട് ഇരുന്ന് സംസാരിച്ചില്ല. പറഞ്ഞിട്ടുണ്ട് മുണ്ടക്കായ്ക്കുള്ള പ്രത്യേകിച്ച് മുണ്ടക്കായ് ചുരുമല പാക്കേജ് പ്രത്യേക ടൗൺഷിപ്പിൽ എപ്പോഴും ഇടക്കിടക്ക് വരാറുണ്ട്. നല്ല ഇതാണ്. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ആദ്യം വേണ്ടത് ആരുടെയൊക്കെയാണ് ഭൂമി, ഏതൊക്കെയാണ് ഭൂമി എന്നുള്ളത്, ഇതിനെല്ലാറ്റിനും ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ. ആദ്യമായിട്ട് വേണ്ടത് ആരുതൊക്കെയാണ് ഭൂമി, എവിടെയൊക്കെയാണ് ഭൂമി എന്നുള്ളത്. പിന്നെ ഇത് കൃഷിയോഗ്യമാക്കി കഴിഞ്ഞാൽ കൃഷി ചെയ്യാം അല്ലേ? വേറെ ഇനിയിപ്പോൾ അവിടെ വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളെ പഴയ എന്താ പറയുക, ആ ഒരു നിങ്ങളെ മനസ്സോടെ താമസിക്കാൻ നിങ്ങളെ സമ്മതിക്കൂല. ആരെയും ഇവിടുന്ന് ഈ ദുരന്തത്തിൽ ഇവിടുന്ന് മാറിപ്പോയവരാരെയും ഇങ്ങനെ. എൻ്റെ പെങ്ങളെ മക്കൾ ഇവിടെ താമസിച്ചത് എവിടെയാണ്? അതിൽ 5 പേര് അവിടെ നിന്ന് പോയതാണ്.
ഇവിടുന്ന് ആ അപ്പോൾ ആ വീട്ടിൽ നമ്മളവിടെ വന്ന് താമസിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. മാനസികമായിട്ട് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം ഇവിടെ നിന്നിട്ട് നിങ്ങളെ പുറകിൽ നടന്നു വന്നപ്പോൾ എൻ്റെ ഒരു മാനസിക വേദന. അതുപോലെ തന്നെ ലത്തീഫ് ക നമ്മളിപ്പോൾ നിൽക്കുന്നത് ലത്തീഫ് ക കളിച്ച് വളർന്നല്ലേ, ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന് നിൽക്കുന്ന അവിടെയാണ്. നമുക്കൊക്കെ വിഷമമുണ്ട്. നിങ്ങൾ എത്ര നമുക്ക് വിഷമിക്കാൻ എന്താ പറയുക ഇല്ലെങ്കിലും തന്നെ നിങ്ങളെ വിഷമം കണ്ടിട്ട് നമുക്ക് അതിലേറെ വലിയ വിഷമങ്ങളുണ്ട്. എല്ലാം എന്താ എല്ലാം പടച്ചോണ്ട് അത്രേ ഉള്ളൂ. നമുക്ക് ആർക്കും തന്നെ ഇത്ര ഒരു നീ ആർക്കും ഒരു അനുഭവം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത്ര ഒരു അവസ്ഥയിൽ നമ്മൾ ആരെയും നമ്മളെന്നുള്ളതല്ല, ഈ ലോക സമസ്ത സുഖനോ ഭവന്തു, ലോകത്തുള്ളവരെല്ലാം സുഖത്തോടെ വിഷമങ്ങളില്ലാതെ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന റിസോർട്ടാണല്ലേ? അത് റിസോർട്ടാണ്. അവിടെ റിസോർട്ട് ഉണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലല്ല. ഇവിടുന്ന് അന്ന് ഉരുൾപൊട്ടി അന്ന് രാത്രിയിൽ ആൾക്കാർ രക്ഷപ്പെട്ടി ആ റിസോർട്ടിലേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഹെലികോപ്റ്റർ ഒന്ന് കൊണ്ടുപോയത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അത് 4 ആൾ പോയത്. അങ്ങനെ പോയ ആൾക്കാർ ശരിക്കും എന്താണ് ഈ കെട്ടിയിട്ടുള്ള എന്താണ്? ഇത് മറ്റേ റോഡ് സൈഡ് കെട്ടി കൊടുത്താണ്. റോഡ് അതായത് ആ റോഡ് സൈഡ് കെട്ടിയ വീടിനേക്ക് അങ്ങോട്ടുള്ളതാണ് സ്റ്റെപ്പാണ്, വീട്ടിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് അത്. ആ സ്റ്റെപ്പുള്ള ഇതിൽ നിന്നാണ് ആ 4 പേര് പോയത്. പിന്നെ അപ്പുറത്തേക്കൊക്കെ അത് ടൗണിലേക്കുള്ള അതൊക്കെ വീടുകൾ ടൗണാണ്. അവർ നിൽക്കുന്ന ആ ഭാഗം ടൗണാണ്, മുണ്ടക്കൈ ടൗണിലാണ് ഇത്. പള്ളിൻ്റെ പിന്നെ ഇങ്ങനെ താഴോട്ട് പുഴ. ഈ പുഴ ഇങ്ങനെ ആദ്യമുള്ള ചെറിയൊരു പുഴയായിരുന്നു, പിന്നെ വീതി കൂടി. ആ ഭാഗത്ത് അത് സ്കൂളാണല്ലേ? അതാ സ്കൂള്. അതിന് മുന്നിലെ കല്ലൊക്കെ പൊട്ടിച്ച് കൂട്ടിയതുകൊണ്ട് അവിടെ ഇവിടുന്ന് കാണാം. അവിടെ ഇങ്ങനെ ഒന്നായിട്ട് അങ്ങനെയാണ്ട് സ്കൂൾ പോവാണ്. താഴത്തേക്ക് അങ്ങനെയാണ് സ്കൂൾ പോകണം. അത് സ്കൂൾ ഗ്രൗണ്ട് ആയിരുന്നു. ഈ പാറ പൊട്ടി കൂട്ടിയില്ലേ? ഈ മരം നിൽക്കുന്ന ഭാഗത്തായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത്. ശിവക്ഷേത്രം വലിയ അമ്പലമൊക്കെ ആയിരുന്നു. ഇങ്ങനെ തിരിഞ്ഞു വന്ന് അമ്പലം നാളെ തുടച്ചുകൊണ്ട് പോയത്. നമ്മളിപ്പോൾ കയറുന്നത് വേലിപ്പാലം. വേലിപ്പാലം എന്നല്ലേ? കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ വേലിപ്പാലം. കേന്ദ്ര സർക്കാരിൻ്റെ ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണല്ലേ? ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട്. ഈ ഒരു പാലില്ലെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനം നടക്കൂലായിരുന്നില്ല. അതിലെ കയറ് കെട്ടിയിട്ട് ആളെ കടത്തിയിരുന്നത്. അങ്ങനെയാണ് അവർ വന്ന് പാലുണ്ടാക്കി തന്നത്. അപ്പുറത്തെ സൈഡാക്കണം. സൈഡാക്കട്ടെ. ചൂരൽമല അങ്ങാടി ഇത് മൊത്തം പോയ കടകളോ? 47 കടകൾ. എത്ര ബാക്കിയുണ്ട് ഇവിടെ? ഒന്നും ബാക്കിയില്ല. ബിൽഡിംഗ് ഉണ്ടെന്നേ ഉള്ളൂ, എല്ലാം പോയത്. ഇതൊക്കെ ഈ മുകളിൽ വരെ വെള്ളം കയറിയതാ. ഇത് മുകളിൽ വരെ ഈ പച്ച കിട്ടിയ വരെ. നിങ്ങൾക്ക് ഇത് റേഷൻ കട ആയിരുന്നു. ആ റേഷൻ ഫുള്ള് റേഷൻ തന്നെ മൊത്തം പഴയ കാലാണ് ആ കാണുന്നത്. പാലത്തിന്റെ പഴയ കാലാണ് ഈ കാണുന്നല്ലേ? ഇതിപ്പോ നമ്മളെ ഈ വീഡിയോയിൽ കാണുന്നതാണ് ചൂരൽമല അങ്ങാടിയാണ്. ഇത് ഏകദേശം എത്ര വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ആണ്? ഇത് നമ്മളൊരു ഉരുൾപൊട്ടുന്നതിന്റെ ഒരു 5-6 മാസം മുന്നേ അല്ലേ? അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ഇതിൽ ഏതൊക്കെ ബിൽഡിങ്ങുകൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ ഏതെങ്കിലും ബിൽഡിങ്ങുകൾ ഇവിടെ? ബാങ്കിന്റെ ബിൽഡിംഗ് അതായത് ഇവിടെ പാർട്ടി ഓഫീസ്, ഈ പാർട്ടി ഓഫീസ്, പാർട്ടി ഓഫീസിന്റെ ഭാഗമാണ് ഈ ഭാഗമാണ് കാണുന്നത്. 6 മണിക്ക് ഇവിടെ അടക്കും. 6 മണിക്ക് ഇവിടെ അടക്കും. അപ്പൊ ഇവിടെ ഈ കടകൾക്കൊക്കെ എല്ലാം അടക്കും. ഒരു പറിച്ചു പോകും. എന്താ പറയുക, മഴ ചെയ്ത് കഴിഞ്ഞാല് ഏത് സമയത്താണ് മഴ പെയ്യണത്, മുകളിൽ മഴ പെയ്യണെന്ന് ഇത്രയും ആളുകള് ഈ സംഭവം കാണാനായിട്ട് വരുന്ന ഏകദേശം എത്ര വണ്ടികള്? ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട്, ഇത് കാണാൻ വരുന്നുണ്ട് അല്ലേ? മുണ്ടക്കൈക്ക് വിടാത്തോണ്ട് തിരിച്ചു പോകും. ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഹൃദയഭൂമി, നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ദുരന്തത്തിൽ മരിച്ചു പോയവരുടെ ഖബർസ്ഥാനാണ് ഈ കാണുന്നത്. ഇതില് പിന്നെ എല്ലാ നാനാ എന്താ പറയുക, ഹിന്ദു മുസ്ലിം ക്രൈസ്തവർ എല്ലാവരും ഇതിലുണ്ട്. ഇതിൽ ഓരോരുത്തർക്ക് ഭാഗങ്ങളായിട്ടുണ്ടോ അതോ ആരാണ് എന്താണ് അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ടുള്ള മയ്യത്തുകൾ അല്ലേ? അത് കിട്ടിയ DNA ടെസ്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഇന്ന ആളതാണെന്നില്ല നമ്പർ വരുമ്പോൾ അങ്ങനെ അറിയുന്നതാണ്. അപ്പോൾ ശരിക്ക് പിന്നെ ഓരോരുത്തർ അറിയുന്നത് പിന്നെ ഈ തിരിച്ചറിഞ്ഞവരുടെ അവരിതാ ഇപ്പോൾ ഇവിടെ ഈ ഇഷാ നൗഫൽ, പിന്നെ ലത്തീഫ്,
മുഹമ്മദ് സഹൽ എന്നുള്ളതൊക്കെ. അപ്പോൾ അവരൊക്കെ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ തിരിച്ചറിയാത്തവരുടേത് ഏത് ഭാഗത്താണുള്ളത്? തിരിച്ചറിയാതെ ഇതിനെ മൊത്തം ഒന്നിച്ച് കളക്ട് മറ്റേ DNA ടെസ്റ്റ് വന്നിട്ടാണ് തിരിച്ചറിയുന്നത്. ശരി. മൊത്തം 60 ഇതോടെ. ഇത് 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 3 പേരുടെ ഒന്നിച്ചാണ്. ഇതെങ്ങനെയാണ് 3 പേരുടെ ഫോട്ടോ? അവർ കുടുംബത്തിലെ 3 പേരും മരിച്ചതല്ലേ? എന്നിട്ട് അവരെ ഒന്നിച്ചാണോ? അല്ലല്ല, ഒന്ന് ശരിക്ക് പലതും മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഹിന്ദു, ഈ ഖബർസ്ഥാനിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒരു വ്യത്യാസമില്ല. ഇത് ഒരു കുടുംബത്തിലെ 3 പ്രദേശ് ചൂരൽമലയിൽ അല്ലേ? നിവേദ്, ധ്യാന്, ഇഷാൻ അല്ലേ? ഒരു കുടുംബത്തിൽ. ഇത് ക്രിസ്ത്യൻ കുടുംബമായിരുന്നു അല്ലേ? ക്രിസ്ത്യൻ. അപ്പോൾ അവർക്ക് അവരുടെ കല്ലറ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ 3 കുട്ടികൾക്ക് അവർ എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇവരുടെ പാരൻസ് ചൂരൽമല മരിച്ച സമയത്ത് 9 വയസ്സ്, 7 വയസ്സ്, 4 വയസ്സ്. ഇവർ 2 വർഷം മുമ്പ് മരിക്കുമ്പോൾ ഇവരുടെ പ്രായമാണത്. ഇത് ചെറിയ രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. വിഷ്ണു സുധേവൻ, നിഖിൽ PV, കൃഷ്ണ നിവാസ്, ചൂരൽമല. ഒരു കുടുംബത്തിലെ 3 പേരാണ്. ഇതിൽ ഒരാളുടെ കല്ലറയാണ് ഈ കാണുന്നത്.